ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചു. സാറ്റർഡേ ആണെന്ന്, സക്സസ് വീക്കിലാണെന്നുള്ളത്. അതായത് ഒരു സെം കഴിഞ്ഞ് അടുത്ത സെം ആവാൻ വേണ്ടി ഒരു 15 ദിവസത്തോളം ലീവ് ഉണ്ടാവും. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാ സാറ്റർഡേയ്സും ആണ് കിച്ചണർ മാർക്കറ്റ് ഓപ്പൺ ആവുക. വന്ന ടൈമിൽ മുതൽ കിച്ചണർ മാർക്കറ്റിൽ പോകണം എന്ന് വിചാരിക്കാറുണ്ട്. ഒരുപാട് പേര് നല്ല സ്ഥലമാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ പോയിട്ടില്ല ഞങ്ങളാരും. അപ്പോൾ ഇന്ന് കിച്ചണർ മാർക്കറ്റിൽ പോകാൻ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഒരു ബീഫോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം. ബീഫാണ് ഞങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടുത്തെ ബീഫിന് പൊതുവേ ഒരു ടേസ്റ്റ് കുറവുണ്ട്. അപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള ബീഫായത് കാരണം അപ്പോൾ അത് മേടിക്കാൻ പോകണം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ആസ് യൂഷ്വൽ ബ്ലോക്ക് ലൈൻ സ്റ്റേഷനിലെത്തി. ബ്ലോക്ക് ലൈൻ സ്റ്റേഷനിൽ നിന്ന് ഇനിയും ഒരു ട്രാമ്പ് പിടിച്ച് കഴിഞ്ഞാൽ നേരെ കിച്ചണർ മാർക്കറ്റിൽ സ്റ്റേഷനുണ്ട്. അവിടെ പോയി ഇറങ്ങുന്നു. ആ ഒരു മാർക്കറ്റ് മൊത്തത്തിലൊന്ന് കാണുന്നു. തിരിച്ചു വന്ന് ഒരു ബീഫ് ഉണ്ടാക്കുന്നു. അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ട്രാമിൽ കയറി. ട്രാം ഒരു 4-5 സ്റ്റോപ്പുകൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കിച്ചണർ മാർക്കറ്റിലെത്തുന്നു. അവിടുന്ന് സാധനം മേടിക്കുന്നു. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് കിച്ചണർ മാർക്കറ്റ് എന്ന് എനിക്ക് മനസ്സിലായി അവിടെ പോയതിന് ശേഷം. അതും നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കിട്ടുന്നത്. അപ്പോൾ കിച്ചണർ മാർക്കറ്റിലെത്തി. ട്രാമിന് ഇവിടെ സ്റ്റോപ്പുണ്ട് കിച്ചണർ മാർക്കറ്റിൽ. ഇവിടുന്ന് ഒരു 500-600 മീറ്ററോളം നടക്കണം മാർക്കറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ട്രോളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു മാർക്കറ്റിലേക്ക്. നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു സെറ്റപ്പല്ല മാർക്കറ്റ്. കുറച്ചും കൂടിയും ഒന്നും കൂടിയും ഒരു ഡെവലപ്മെൻ്റ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റായിട്ട് എനിക്ക് തോന്നിയത്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള, അത് എല്ലാത്തിനും ഭയങ്കര അടുക്കും ചിട്ടായിട്ട് നല്ല വൃത്തിയിൽ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാറ്റർഡേയ്സ് ആണ് ഈ ഒരു മാർക്കറ്റ് ഉണ്ടാവുക. ഇതൊരു ബേസ്മെൻറ്റ് പാർക്കിങ്ങിൻ്റെ ഉള്ളിലാണ് ഈ ഒരു മാർക്കറ്റ് ഉള്ളത്. ബേസ്മെൻറ്റ് പാർക്കിംഗ് മൊത്തം ആ ഒരു സാറ്റർഡേ മാർക്കറ്റായിട്ട് മാറും എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതായത് ഫാർമറിൻ്റെ നിന്ന് ഡയറക്റ്റ്, അതുപോലെ വെരിഫൈഡ് ആയിട്ടുള്ള ലോക്കൽ ഫാമേഴ്സ് ഉള്ളത്, പിന്നെ റീസെല്ലർ, അങ്ങനെ ഒരുപാട് വിവിധ തരത്തിലുള്ള പച്ചക്കറിയുടെ ഓപ്ഷൻസ് നമുക്കുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. മറ്റേതൊരു കട എടുത്ത്, വാൾമാർട്ടോ, നോഫിൽസോ, ഫുഡ് ബേസിക്സോ ഏത് കട എടുത്ത് നോക്കിയാലും അവിടത്തേക്കാളും എത്രയോ അധികം ക്വാളിറ്റി ഉള്ള വെജിറ്റബിൾസാണ് നമുക്ക് ഈ കിച്ചണർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ വില എന്ന് പറയുന്നത് വളരെ കുറവുമാണ്. ഭയങ്കര റീസണബിൾ ആയിട്ടുള്ളൊരു വിലയാണ്. ഏതാണ്ട് അതിൻ്റെ അത്ര വില ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്കൊന്നുകൂടി ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കുറേ തക്കാളി ആണെങ്കിലും അതുപോലെ തന്നെ പച്ചമുളക്, ഉള്ളി എല്ലാത്തിനും നല്ലൊരു വിലക്കുറവ് തോന്നി. പിന്നെ ക്യാപ്സിക്കം $3 ഒക്കെ ഒരു 3-4 ക്യാപ്സിക്കം നമുക്ക് പുറത്തുനിന്ന് കടകളിൽ നിന്ന് കിട്ടുള്ളൂ. ഇവിടെ $4 8 സെറ്റിൻ്റെ ഒരു ക്യാപ്സിക്കം ഉണ്ട്. വളരെ നല്ല ഡീലാണ്. അതുപോലെ തന്നെ ബ്ലൂബെറീസ് ആണെങ്കിലും $3, 3 പാക്കിന് $5. അങ്ങനെ നല്ല വില കുറഞ്ഞ രീതിയിൽ നമുക്ക് എല്ലാ സാധനങ്ങളും വന്ന് മേടിച്ചിട്ട് പോകാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ സാറ്റർഡേയ്സ് മാത്രമേ ഈ മാർക്കറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം ഇത്രയും നേരം കണ്ടത് ഔട്ട്ഡോർ മാർക്കറ്റാണ്. ഇനി കിച്ചണർ മാർക്കറ്റിൽ തന്നെ ഇൻഡോർ മാർക്കറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇൻഡോർ മാർക്കറ്റിൽ നമുക്ക് മെയിനായിട്ട് ബേക്കറി ഐറ്റംസ്, മീറ്റ്, അതൊക്കെയാണ് നമുക്ക് കൂടുതലുള്ളത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ക്രാഫ്റ്റഡ് ബിയേഴ്സിൻ്റെ ഒരു സെക്ഷനാണ് കാണുന്നത്. ക്രാഫ്റ്റഡ് ബിയേഴ്സാണത്. അതുപോലെ തന്നെ ഒരുപാട് വെജിറ്റബിൾസ് ഉള്ളിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. ഈ കാണുന്നത് ഹണിയുടെ ഒരു ഏരിയയാണ്. ഹണി, വെറൈറ്റി ഓഫ് കുറേ ഹണികൾ ഇവിടെ ഉണ്ട്. ഹണി, പിന്നെ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഒരുപാടുണ്ട്. മഫിൻസ്, അതുപോലെ തന്നെ ക്രോസൻ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. എഗ്സ് ആണെങ്കിലും അടിപൊളി എഗ്സാണ് തോന്നുന്നു. എനിക്കറിയില്ല, നമ്മുടെ നോഫ്രിഡ്ജിലും എല്ലായിടത്തും വെച്ച് അതേപോലെ തന്നെ സംഭവം തന്നെയാണ്. എനിക്കിതിൻ്റെ ക്വാളിറ്റി കാര്യമൊന്നും അറിയില്ല. ഞാൻ മെയിനായിട്ട് വന്നത് ബീഫ് മേടിക്കാനാണ്. കാരണം ഇവിടുത്തെ ബീഫിന് പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീഫ് നമുക്ക് ഫ്രോസൺ ആയിട്ടാണ് കിട്ടുക. നമുക്ക് നാട്ടിലുള്ള ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടുത്തെ ഒരു ബീഫ് വെച്ച് കറി ഉണ്ടാക്കിയാലോ റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഒന്നും കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇവിടെ മാർക്കറ്റിൽ വന്ന് ഫ്രഷ് ആയിട്ടുള്ള ബീഫ് മേടിക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു കടയിൽ ഞാൻ എത്തി. അവിടെ എത്തി കുറേ നേരം സംസാരിച്ച് അവസാനം ബീഫ് ഒരു 2 കിലോളം, അതായത് 1 കിലോളം മേടിച്ചു. അതായത് 2 LBS മേടിച്ചു. $7 ബീഫിന് വരുന്നത്. പോർക്കിനൊക്കെ ആണെങ്കിൽ വളരെ വില കുറവാണ്. $4, $5 ഒക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ $7, 7.99 പെർ LBക്കുള്ള ബീഫ് റോസ്റ്റിൻ്റെ ബീഫാണ് മേടിച്ചത്. ഇതാണ് ബീഫ്. അപ്പോൾ ഏതാണ്ട് 1 കിലോളം വരും. 2 LBS ടോട്ടൽ $16-17 ആയി. ബാക്കിയുള്ള കടകളിലേക്ക് കിട്ടുന്നതിനേക്കാളും വളരെ കുറവ് പൈസയ്ക്കാണ് കിട്ടുന്നത് എനിക്ക് തോന്നി. നല്ല ഫ്രഷും ആയിരുന്നു. പിന്നെ വേറൊരു കേസ്, കിച്ചണർ മാർക്കറ്റിൽ വരുന്ന സമയത്ത് ക്യാഷ് എടുത്തിട്ട് വേണം വരാൻ. പല കടകളിലും ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് മെത്തേഡ്സും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല. ക്യാഷ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ, തൊട്ട് മുകളിൽ തന്നെ ATM ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടാണ് ക്യാഷ് എടുത്തത്. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടാണ് ക്യാഷ് എടുത്തത്. അതുപോലെ ഒരുപാട് കടകളുണ്ട്. നോക്കി നമുക്ക് പതുക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട്. മീറ്റിൻ്റെ കേസിലാണെങ്കിലും ഓരോ ആവശ്യത്തിനും ഓരോ മീറ്റ്. അപ്പോൾ സ്റ്റേക്ക് ഉണ്ടാക്കാൻ ഒരു മീറ്റ്, അതുപോലെ നമുക്ക് ബാർബിക്യൂ ചെയ്യണമെങ്കിൽ വേറെ മീറ്റ്, അങ്ങനെ ഒരുപാട് മീറ്റുകളുടെ തന്നെ വെറൈറ്റി നമുക്ക് ഇവിടെ ഉണ്ട്.
പിന്നെ ഒരു ഫ്രൂട്ട് കട. എല്ലാത്തിനും കാരണം ഇവിടുത്തെ മെയിനായിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാൻ തോന്നാനായിട്ട് ഒരു കാരണം എന്ന് വെച്ചാൽ അട്രാക്റ്റീവായിട്ടാണ് എല്ലാം ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു ചന്ത അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ വന്ന ഒരു ഫീലേ നമുക്ക് കിട്ടുന്നില്ല. എല്ലാം വളരെ അട്രാക്റ്റീവായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെയും സോസേജസിൻ്റെയും ഏരിയയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാം വളരെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരും രാവിലെ തന്നെ വന്ന് വില പറഞ്ഞ് അത് മേടിക്കുക. നമ്മുടെ നാട്ടിലെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഏതൊരു മാർക്കറ്റിലും കാണുന്ന പോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇവിടെയുള്ളത്. വിങ്സിന് വേണ്ടിയിട്ടുള്ള ഇത് റോസ്റ്റിംഗ് ചിക്കനിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ എല്ലാത്തിനുമുള്ള ഓരോ സംഭവങ്ങൾക്കും ഓരോ വെറൈറ്റി ഓഫ് ചിക്കനും ഡ്രം സ്റ്റിക്ക്, ക്വാർട്ടർ ലെഗ്, അതായത് ഇതൊക്കെ നമുക്ക് എല്ലാ കടകളിലും കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ വന്ന് മേടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒന്നാമത്തേന് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് മെയിനായിട്ട് കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ വെജിറ്റബിൾസിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം അടിപൊളിയായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഇതേപോലെ ടോർട്ടില അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ടോർട്ടിലൊക്കെ $4 വരുന്നത് 10 എണ്ണത്തിന്. എല്ലാ മാർക്കറ്റിലും അതായത് നമുക്ക് പുറത്ത് കിട്ടുന്ന കടകളിലെ സെയിം റേറ്റൊക്കെ തന്നെയാണ്. ഇനി ഇതിനൊരു മോൾ ഭാഗം കൂടിയുണ്ട്. മോൾ ഭാഗത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് ഇത് അടിപൊളിയാണ്. മോൾ ഭാഗം നല്ല ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കഫേകളും അതുപോലെ തന്നെ പല ചെറിയ ചെറിയ മറ്റ് കടകളും ഒക്കെ ആയിട്ട് ഇരുന്ന് നമുക്ക് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ഒരു സ്ഥലമാണ് മുകളിലുള്ളത്. എല്ലാവരും കൂടി സാറ്റർഡേയ്സ് ഇറങ്ങി ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് മുകളിൽ വന്ന് ഒരു കാപ്പിയോ അല്ലെങ്കിൽ ഒരു ചായയോ എന്തെങ്കിലും ഒരു സാധനം കുടിച്ച് ഒരു ഡ്രിങ്കും കുടിച്ച് മുകളിൽ എല്ലാവരും ഇരിക്കുന്നത് കാണാൻ പറ്റിയത്. മുകളിലെത്തിയപ്പോൾ ഭയങ്കര ഹാപ്പനിങ് ആയിട്ടൊരു സ്ഥലമാണ് മുകൾ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കിച്ചണർ മാർക്കറ്റിൻ്റെ ഒരു എവല്യൂഷനും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പോസ്റ്റർ ഈ സൈഡിലുണ്ട്. 1869 തുടങ്ങി ഇപ്പോൾ 2019 വരെയുള്ള കിച്ചണർ മാർക്കറ്റിൻ്റെ ഒരു ജേണി 150th ആനിവേഴ്സറി. അപ്പോൾ അങ്ങനത്തെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും മുകളിലുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങാനാണ് പോകുന്നത്. ഞങ്ങൾ പുറത്തിറങ്ങിയതും കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാൻഡ് അവിടെ നിന്ന് പാടുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അടുത്തത് ആ ഒരു ഫുട്ടേജ് ഉണ്ടാകും. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് 10% ഓഫറുണ്ട് കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. സെറ്റപ്പ് ആയിട്ടുള്ള സ്ഥലം. അങ്ങനെ അവർ ബാൻഡും കാര്യങ്ങളൊക്കെ നിന്ന് അടിപൊളിയായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ആൾക്കാരാണെങ്കിൽ ചുറ്റും മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് വന്ന് നമ്മുടെ നാട്ടിലെ ചാരുകസാരയിൽ ഇരുന്ന് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ശരിക്കും ചാരുകസാര എന്താണോ അത് തന്നെ സെയിം സാധനം ആ ഒരു സ്ട്രീറ്റിൽ മൊത്തം അങ്ങനെ സൈഡിലിട്ടിട്ടുണ്ട്. ബാൻഡിൽ നിന്ന് പാട്ട് പാടുന്നു. അങ്ങനെ ടോട്ടൽ ഒരു ഹാപ്പനിങ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ട് എനിക്ക് കിച്ചണർ മാർക്കറ്റ് തോന്നി. സാറ്റർഡേയ്സിൽ മാത്രമേ ഇതുള്ളൂ എന്നുള്ള കാര്യം മറക്കണ്ട. അതുപോലെ തന്നെ വരുന്നവർ ക്യാഷ് കയ്യിലെടുത്തിട്ട് വേണം വരാൻ, കാരണം കാർഡുകളൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല ഇവിടെ. അപ്പോൾ എന്തായാലും ബീഫും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഒരു ബീഫ് കറിയോ അല്ലെങ്കിൽ ഒരു ബീഫ് റോസ്റ്റ് വെക്കണം. അപ്പോൾ അതിന് മുന്നേ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയ കാരണം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ടിമ്മിന്ന് എന്തെങ്കിലും ഒന്ന് കുടിച്ച് നേരെ പോയി ഉച്ചയ്ക്കുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. ഒരു ടിമ്മും മേടിച്ചു. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം. ഇനി അടുത്ത സീനൊക്കെ വിഷ്വൽസൊക്കെ വീട്ടിലെത്തി ബീഫ് ഉണ്ടാക്കണതാവും കാണിക്കുക. വീട്ടിലെത്തി ബീഫ് നന്നായി കഴുകി കട്ട് ചെയ്തു ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കറി വേണ്ട, കാരണം കറീനേക്കാളും രസം റോസ്റ്റ് കഴിക്കാനാണ്. അപ്പോൾ ബീഫൊക്കെ കട്ട് ചെയ്തു, ക്ലീൻ ചെയ്തു, കഴുകി ഇനി മസാലകളൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. മസാലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ മസാല ഇടണം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 2 സ്പൂൺ മസാലപ്പൊടികളിട്ടു. അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് പെപ്പർ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2-3 സ്പൂണ്, പിന്നെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒരു 2-3 സ്പൂണോളം ഇട്ടു. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നേരെ വിസിലടിക്കാൻ വേണ്ടി വെക്കണം. ഒരു 3-4 വിസിലോ 5 വിസിലോ വരെ പോവാം. 5ഓളം വിസിലടിച്ച് അത് കഴിയുമ്പോഴേക്കും ഞാൻ കുറച്ച് ഉള്ളി, തക്കാളി, മുളക്, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗാർലിക്കും ജിഞ്ചറും ഉടച്ചിട്ടുള്ളത്, അതായത് അടിച്ചിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി കുറച്ച് ഉപ്പിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ എത്തുമ്പോൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് തക്കാളിയും ഇട്ട് മസാലകൾ കുറച്ചും കൂടിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് ആ ബീഫ് അതിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 3 വിസിൽ 4 വിസിൽ അടിച്ച ബീഫാണിത്. അതിനുശേഷം ഒന്നും കൂടി ഡ്രൈ ആക്കി വരട്ടി കൊടുന്ന് ഏതാണ്ട് ഈ ഒരു പരുവത്തിലേക്കാക്കി. അപ്പോൾ ഒരു ബീഫ് റോസ്റ്റ്, അതുപോലെ തന്നെ ബീഫ് കുക്കറിൽ അടിച്ചതിൻ്റെ കുറച്ച് ഗ്രേവി അതൊന്ന് മോഡിഫൈ ചെയ്തെടുത്തു. അതിനുശേഷം നേരെ ചോറും ആ കറിയും കൂടി ഒന്ന് നല്ലൊരു ഫുഡും കഴിച്ചു.
അപ്പോൾ അത്രയൊക്കെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.